കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ ഒരു പ്രധാനപ്പെട്ട യോഗം എന്ന് ചേരുകയാണ്. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. മമ്മൂട്ടി ഒഴികെയുള്ള മറ്റു താരങ്ങളെല്ലാം ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 13 വർഷത്തിന് ശേഷം ജഗതി ശ്രീകുമാറും യോഗത്തിനെത്തിയെന്ന പ്രത്യേകതയുമുണ്ട്. ഭൂരിഭാഗം താരങ്ങളും ആവശ്യപ്പെടുന്നതിനാൽ മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തിരിച്ചെത്താനാണ് സാധ്യത. ഭരണസമിതി അംഗങ്ങളിലും മാറ്റമുണ്ടാകില്ല. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, യോഗം ആരംഭിച്ചു. അമ്മയുടെ യോഗം വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. പ്രത്യേകിച്ചും ഏറെ തർക്കങ്ങളും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും ഒക്കെയുണ്ട്. എന്താണ് യോഗത്തിന്റെ വിശദാംശം? സജിത്ത്, രാവിലെ 10 മണിക്ക് തന്നെ കലൂർ കൺവെൻഷൻ സെന്ററിൽ, ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അമ്മയുടെ ജനറൽ ബോഡി യോഗം ആരംഭിച്ചു. മമ്മൂട്ടി എത്തിയിട്ടില്ല, അദ്ദേഹം ചെന്നൈയിലാണെന്നാണ് വിവരം. ഒപ്പം ഈ ഒരു 13 വർഷങ്ങൾക്ക് ശേഷം ജഗതി ശ്രീകുമാർ അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. അദ്ദേഹം ഇന്നലെ തന്നെ കൊച്ചിയിൽ എത്തുകയും ഇന്ന് രാവിലെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. നമ്മൾ അതിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ യോഗവുമായി ബന്ധപ്പെട്ട ആളുകളോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെല്ലാം വലിയ സന്തോഷത്തിലാണ്. കാരണം ജഗതി ശ്രീകുമാർ എത്തി എന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ യോഗത്തിലേക്ക് വന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ രീതിയിൽ ആടി ഉലഞ്ഞ ഒരു സംഭവമായിരുന്നു അമ്മയുടേത്. പിന്നീട് ഇതിന്റെ അംഗങ്ങൾ എല്ലാവരും തന്നെ രാജിവെച്ചു. പ്രത്യേകിച്ച് മോഹൻലാൽ ആദ്യം രാജിവെക്കുകയും പിന്നീട് ഓരോ അംഗങ്ങളായി രാജിവെച്ച് ഈ ഭരണസമിതി തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പുതിയ ഭരണസമിതിയെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അതിൽ മോഹൻലാൽ മത്സരിക്കില്ല എന്ന നിലപാട് മോഹൻലാൽ നേരത്തെ എടുത്തതിനാൽ അംഗങ്ങൾ എല്ലാവരും പറയുന്നത് മോഹൻലാൽ തന്നെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം, ഇതിനെ പുതിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല എന്നാണ്. എന്തായാലും മോഹൻലാൽ എതിരഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടും. മറ്റൊന്ന്, ഈ ജനറൽ സെക്രട്ടറി ആരെന്നുള്ള ചോദ്യമാണ്. സിദ്ദിഖ് ബലാത്സംഗ കേസിനെ തുടർന്ന് സിദ്ദിഖ് രാജിവെച്ച ഒഴിവിലായിരുന്നു ബാബുരാജ് ജനറൽ സെക്രട്ടറിയായി എത്തിയത്. പക്ഷേ പിന്നീട് ബാബുരാജിനെതിരെയും ഇത്തരത്തിലുള്ളൊരു പരാതി വന്ന സാഹചര്യത്തിൽ ഇനി ആരായിരിക്കും ജനറൽ സെക്രട്ടറിയായി തുടരുക എന്നതിലാണ് ഇനിയുള്ള ചർച്ച. അതും ഇന്ന് ഒരു വ്യക്തത കൈവരും. മറ്റൊന്ന്, ട്രഷററായി ഉണ്ണിമുകുന്ദൻ നേരത്തെ രാജിവെച്ചിരുന്നു. അത് സിനിമയുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ കാരണം തനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ. തനിക്ക് ഈ ഒരു യോഗത്തിൽ ഇതിന്റെ ട്രഷററായി നിൽക്കാൻ പറ്റില്ല എന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിമുകുന്ദന് പകരം ആരായിരിക്കും പുതിയ മുഖം? അതൊരു വനിതയെ തന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വനിതയായിരിക്കും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ടാകുക എന്നുകൂടി സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ രീതിയിലായിരിക്കും ഇതിലെല്ലാം എങ്ങനെയാണ് അന്തിമ തീരുമാനം എന്നതിൽ വൈകിട്ടോടുകൂടി ഒരു പത്രക്കുറിപ്പായി സംഘടന പുറത്തിറക്കുമെന്നാണ് അറിയിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോഴുള്ള ഈ അഡ്ഹോക് കമ്മിറ്റിയായി അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ്. അവർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവരെ തന്നെ തുടരട്ടെ, ഇനി മറ്റാളുകളൊന്നും വരണ്ട എന്നൊരു തീരുമാനമാണ് ഈ അംഗങ്ങൾക്കുള്ളത്. അതിനാൽ ഈ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഇനി വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് വന്ന് വീണ്ടും പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസമായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടന ഒരു തീരുമാനമെടുത്തത്. ഒരു സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ലഹരി ഇടപാടുകൾ നടത്തുകയോ ചെയ്താൽ അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. അത് സിനിമ എഗ്രിമെന്റ് ഒപ്പിടുന്നതിനോടൊപ്പം തന്നെ ഈ സത്യവാങ്മൂലവും ഒപ്പിടണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ആ കത്ത് അമ്മ സംഘടനയ്ക്ക്, സത്യവാങ്മൂലം അടക്കം അമ്മ സംഘടനയ്ക്ക് കൈമാറിയിരുന്നു. അതും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഭൂരിഭാഗം അംഗങ്ങളും ഈ ഒരു നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വൈകിട്ടോടു കൂടിയായിരിക്കും യോഗം അവസാനിച്ച് നമുക്ക് എന്താണ് ഇന്ന് നടന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് അറിയാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട യോഗമാണ് അമ്മയെ സംബന്ധിച്ച് ചേരുന്നത്. കാരണം സിനിമാ സംഘടനയിൽ, സിനിമാ മേഖലയിൽ തന്നെ വലിയ തരത്തിലുള്ള ആശങ്കകളും ആരോപണങ്ങളും അടക്കം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങളിലുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ ഇന്നത്തെ യോഗത്തിൽ നിർണായകമാണ്. ഒപ്പം അമ്മ സംഘടന തൽക്കാലം ഈ സ്ഥിരമായ ഒരു ഭരണസമിതി സംവിധാനത്തിലേക്ക് തിരികെ പോകാനുള്ള സാധ്യതയും നിരവധിയുണ്ട്.